രാവിലെ തന്നെ പോസ്റ്റായപ്പോൾ ഇന്നെവിടെയെങ്കിലും പോകാമെന്ന് വിചാരിച്ചു. ഇപ്പം ഞാനുള്ളത് വെർത്തിങ് എന്ന് പറയുന്നൊരു സ്ഥലത്താണ്. ബ്രൈറ്റണിൽ പോകാനാണ് ഞാൻ തീരുമാനിച്ചേക്കുന്നത്. വെർത്തിങ് എന്ന് പറയുന്ന സ്ഥലം ബ്രൈറ്റണിൽ നിന്ന് ഒരു 20 മിനിറ്റ് ഡിസ്റ്റൻസിലുള്ള സ്ഥലമാണ്. വെർത്തിങ് അത്യാവശ്യം കാണാൻ നല്ലൊരു ഏരിയ ആണ്. അതിൻ്റെ ആർക്കിടെക്ചറും ബിൽഡിങ്സ് ആണെങ്കിലും ഒക്കെ നല്ല രസമാണ് കാണാൻ. ഇതൊക്കെ കടലിൻ്റെ സൈഡിലുള്ള ഏരിയകളാണ്. അങ്ങനെ ഞാൻ ബ്രൈറ്റണിൽ പോകാൻ വേണ്ടി വെർത്തിങ് സ്റ്റേഷനിലേക്ക് നടന്നു. ഇതാണ് വെർത്തിങ് റെയിൽവേ സ്റ്റേഷൻ. അങ്ങനെ ഞാൻ ട്രെയിൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടുത്തെ എല്ലാ ട്രെയിനുകളും UK ട്രെയിനുകളൊക്കെ നമ്മുടെ നാട്ടിലെ മെട്രോ ട്രെയിൻ പോലെയാണ്, മെട്രോ സ്റ്റേഷൻ പോലെയാണ്. റെയിൽവേ സ്റ്റേഷൻ കാണാനും മെട്രോ സ്റ്റേഷൻ പോലെയാണ്. ചെറിയ ട്രെയിനുകളാണ്. അങ്ങനെ സ്ലീപ്പർ കോച്ചുകളൊന്നും ഞാൻ ഇത്തരത്തിലുള്ള ട്രെയിനിൽ കണ്ടിട്ടില്ല. അങ്ങനെ ട്രെയിൻ എത്തി. ട്രെയിനിൻ്റെ അകമാണെങ്കിലും നമുക്ക് ഇരിക്കാവുന്ന രീതിയിൽ, പല രീതിയിലുള്ള ആൾക്കാർക്ക് ഇരിക്കാവുന്ന രീതിയിലാണ്. അങ്ങനെ 20 മിനിറ്റത്തെ യാത്രയ്ക്ക് ശേഷം ബ്രൈറ്റൺ സ്റ്റേഷനിലെത്തി. ബ്രൈറ്റൺ സ്റ്റേഷൻ അത്യാവശ്യം വലിയൊരു സ്റ്റേഷനാണ്. ധാരാളം ടൂറിസ്റ്റുകൾ വരുന്ന ഒരു ഏരിയയാണ് ബ്രൈറ്റൺ. സീസൈഡ് ആയതുകൊണ്ട് ഒരുപാട് ടൂറിസ്റ്റ് സ്പോട്ടുകൾ ഇവിടെ അവൈലബിൾ ആണ്. കുറച്ച് എക്സ്പെൻസീവുമാണ്. അങ്ങനെ ഞാൻ പുറത്തേക്ക് നടന്നു. ഇന്ന് എല്ലാ സ്ഥലമൊന്നും കവർ ചെയ്യുന്നില്ല. ബ്രൈറ്റണിലെ ഒരു റോയൽ പവലിയൻ എന്ന് പറഞ്ഞിട്ടൊരു കൊട്ടാരമുണ്ട്. ആ കൊട്ടാരം കാണാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ പുറത്തിറങ്ങി. ഇവിടുന്ന് ഒരു 10-12 മിനിറ്റ് നടന്നാൽ നമ്മൾ ആ കൊട്ടാരത്തിലേക്ക് എത്തും. ഇതാണ് ബ്രൈറ്റണിൽ കാണാനുള്ള സ്ഥലങ്ങളുടെ ഒരു മാപ്പ്. ഞാൻ ഇന്ന് ഇതിൻ്റെ നോർത്ത് ലൈനിലൂടെ നടന്ന് റോയൽ പവലിലേക്ക് പോകാനാണ് എൻ്റെ പ്ലാൻ. നോർത്ത് ലൈൻ എന്ന് പറയുന്നത് നമ്മുടെ കോഴിക്കോട് മിഠായി തെരുവൊക്കെ പോലെയുള്ളൊരു സ്ഥലമാണ്. കുറേ കുഞ്ഞു കുഞ്ഞു ഷോപ്പുകൾ, കുറേ ലോക്കൽ ബിസിനസ്സുകൾ, പിന്നെ മെയിനായിട്ട് പറയുകയാണെങ്കിൽ സ്ട്രീറ്റ് ആർട്ട്. ഈ പോകുന്ന വഴിയിലൊക്കെ പലതരം പിക്ചേഴ്സ്, വാൾ പെയിൻറ്റിങ്ങുകളൊക്കെ കാണാൻ പറ്റും. പക്ഷേ സ്ട്രീറ്റിലെത്തിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. വളരെ കുറച്ച് ആൾക്കാരേ ഉണ്ടായിരുന്നുള്ളൂ. മേ ബി രാവിലെ ആയതുകൊണ്ടായിരിക്കും. ചില പിക്ചേഴ്സൊക്കെ അടിപൊളിയായിരുന്നു. പക്ഷെ ചിലതൊക്കെ കണ്ടിട്ട് വെറുതെ പെയിൻറ്റ് വാരി ഒഴിച്ചാൽ എനിക്ക് തോന്നി. എനിക്ക് പ്രത്യേകിച്ച് അതിൽ ഒരു മീനിങ്ങോ കാര്യങ്ങളോ ഒന്നും തോന്നിയില്ല. അങ്ങനെ ഞാനിങ്ങനെ പെയിൻ്റ് അടിച്ച ഒരു സ്ട്രീറ്റിൽ കൂടെ നടന്നു. സത്യത്തിൽ ആരും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ലൈനുകളൊക്കെ അടുത്ത വഴിയായിട്ട് കണക്റ്റഡ് ആണ്. ഇതൊക്കെ എന്തൊക്കെയോ എഴുതി വച്ചേക്കുന്നതാണ്. പ്രത്യേകിച്ച് അതിൽ ഒരു ഡെപ്ത് മീനിങ് ഉള്ള ഒരു കാര്യം ഞാൻ കണ്ടില്ല. അങ്ങനെ നടന്ന് ഞാൻ ഓരോരോ ചെറിയ വഴി കൂടെ നടന്ന് അടുത്ത വഴിയിൽ ടച്ച് ചെയ്യുന്നുണ്ട്. ഒരുപാട് ഷോപ്പുകളുണ്ട്, ഒരുപാട് ഓഫറുകളുണ്ട്. പിന്നെ ഏതൊരു ടൂറിസ്റ്റ് സ്പോട്ടിലുള്ള പോലെ കുഞ്ഞു കടകളുണ്ട്. ബ്രൈറ്റൻ്റെ കീ ചെയിന്, പേഴ്സ്, പെന്ന് അങ്ങനെയൊക്കെ കിട്ടുന്നത്. പിന്നെ ഈ ഏരിയയിലൊക്കെ നമ്മൾ നോർമലി കാണുന്നതാണ് പൂക്കളുടെ ഷോപ്പുകൾ. നല്ല രസമാണ് കാണാൻ. പല വെറൈറ്റി പൂക്കളുടെ ബൊക്കകൾ. ഇത് കടലിൽ നിന്ന് എടുക്കുന്ന പിന്നെ സീഡ്സിൻ്റെ അല്ലെങ്കിൽ ഫംഗൽ പോലെയുള്ളവയൊക്കെ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ടാക്കിയിരിക്കുന്ന ആർട്ടാണ്. ഈ ഒരു ഷോപ്പിൽ കൂടുതലും നേച്ചറായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. വുഡിൽ തീർത്തിരിക്കുന്ന പല കാര്യങ്ങളും, പല സ്പെസിമെൻസും, അതുപോലെ ബ്രൈറ്റൺ റിലേറ്റഡ് ആയിട്ടുള്ള ചെറിയ പെയിൻറ്റിങ്സ്, കാർഡുകൾ ഒക്കെയാണ് ഈ ഷോപ്പിലുണ്ടായിരുന്നത്. റൂറൽ സിംപ്ലിസിറ്റി എന്നാണ് ഈ ഷോപ്പിൻ്റെ പേര്. ഒരുപാട് ബാഗുകൾ. ഇത് വേറൊരു ഷോപ്പാണ്. ഇത് മുഴുവൻ കാർഡ്, ഫോട്ടോസിൻ്റെ ഒക്കെ ഷോപ്പാണ്. അതുപോലെ ക്യാമറ, പലതരം ക്യാമറകളുണ്ടായിരുന്നു ഈ ഒരു ഷോപ്പിൽ. പിന്നെ UK എവിടെ പോയാലും നമുക്ക് എല്ലാവരുടെ കയ്യിലും പട്ടികളെ കാണാൻ പറ്റും. പക്ഷേ ഇതൊരു ഭയങ്കര വലിയ പട്ടിയായിരുന്നു. അങ്ങനെ ഞാൻ വീണ്ടും നടന്ന് എൻ്റെ ലക്ഷ്യം എത്താറായില്ല. ഇനിയും കുറച്ചുകൂടെ നടക്കാനുണ്ട്. ഇവിടുത്തെ ബിൽഡിങ്ങുകളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്.
കുറേയൊക്കെ പഴയ ഒരു ആർക്കിടെക്ചറാണ്, പിന്നീട് അത് മോഡിഫൈ ചെയ്താണ്. ഇതാണ് റോയൽ പവലിയൻ. 1700 കാലഘട്ടങ്ങളിൽ ബ്രൈറ്റൺ ഒരു ഫിഷിംഗ് ടൗൺ ആയിരുന്നു. പിന്നീട് 1783 കിങ് ജോർജ് നാലാമനാണ് ഈ ഒരു ബ്രൈറ്റൺ വിസിറ്റ് ചെയ്യുകയും അങ്ങനെ ബ്രൈറ്റൺ ഒരു നല്ല ഏരിയ എന്ന് കണ്ട്, അദ്ദേഹത്തിന് അന്ന് മരിയ എന്ന് പറയുന്നൊരു പെൺകുട്ടിയോട് ഇഷ്ടമുണ്ടായിരുന്നു. അപ്പം മരിയയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ട് 1787 ഹെൻറി ഹോളണ്ടാണ് മരിയ പവലിയൻ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ആർക്കിടെക്ചർ ആദ്യമായിട്ട് ഇവിടെ കൊണ്ടുവന്നത്. നടന്നു പോകുന്ന വഴിക്ക് കണിക്കൊന്ന പോലത്തെ ഒരു ചെടിയൊക്കെ ഞാൻ കണ്ടു. ടൂറിസ്റ്റുകളൊക്കെ വന്നു തുടങ്ങുന്നേ ഉള്ളൂ, അതുകൊണ്ട് വലിയ തിരക്കുണ്ടായിരുന്നില്ല. ശരിക്കും കണ്ടാൽ നമ്മുടെ ഒരു താജ്മഹൽ അറ്റ്മോസ്ഫിയറാണ്. റോയൽ പവലിയൻ എന്ന് പറയുന്നത് നോർമലി UK കാണുന്ന ഒരു സ്ട്രക്ചർ ഓഫ് ആർക്കിടെക്ചർ അല്ല, ഒരു ഇൻഡോ ചൈനീസ് ആർക്കിടെക്ചറാണ്. അതായത് ഒനിയൻ ഷേപ്ഡ് ഡോംസ്, അതുപോലെ ഉള്ളിൽ മുഴുവൻ ചൈനീസ് ആർക്കിടെക്ചറാണ്, മുഴുവൻ ഡ്രാഗൺസ് ആണ്, അതുപോലെ ഭയങ്കര കളർഫുള്ളുമാണ്. നല്ല നല്ല കളർഫുൾ പാറ്റേണിലാണ് അതിൻ്റെ കാർപ്പറ്റുകളാണേലും വിൻഡോസ് ആണേലും മൊത്തത്തിൽ പെയിൻറ്റിങ്സ് ആണേലും ഒക്കെ ഉള്ളത്. ഈ ഒരു ആർക്കിടെക്ചറിനെ ഇൻഡോ സാരസിനിക് ആർക്കിടെക്ചർ എന്നങ്ങാണ്ടാണ് പറയുന്നത്. അങ്ങനെ ജോർജ് നാലാമൻ്റെ നേതൃത്വത്തിലുണ്ടാക്കിയ റോയൽ പവലിയൻ്റെ ഉള്ളിലേക്ക് കടന്നു. ഇതവരുടെ ഡൈനിങ് ഹാളാണ്, അടിപൊളിയാണ് കാണാൻ. കൂടുതലും ഈ ഒരു പവലിയൻ ഉപയോഗിച്ചിരുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ ബാങ്കറ്റുകൾക്ക്, പാർട്ടികൾക്ക്, മറ്റ് വലിയ വലിയ ഗസ്റ്റ് വരുമ്പോൾ അവരെ സ്വീകരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. സ്ട്രെസ്സായിട്ടിരിക്കുന്ന രാജാവിന് സ്ട്രെസ്സ് മാറ്റാൻ വേണ്ടിയിട്ട് വരുന്നൊരു സ്ഥലമാണിത്. പക്ഷേ 1830 ജോർജ് നാലാമൻ മരിച്ച ശേഷം പിന്നെ ഈ ഒരു പവലിയൻ എടുത്തിരുന്നത് കിങ് വില്യം നാലാമനാണ്. പക്ഷേ 1850 ഈ ഒരു കെട്ടിടം ബ്രൈറ്റൺ ടൗണിലേക്ക് ഹാൻഡ് ഓവർ ചെയ്തു. അതുകൊണ്ട് തന്നെ കുറേ റോയലായിട്ടുള്ള സാധനങ്ങൾ അന്ന് അവരിവിടുന്ന് മാറ്റിയിരുന്നു. അപ്പോൾ ഇപ്പോൾ കാണുന്നത് ഇത് അടുക്കളയാണ്. ഇതിൻ്റെയൊക്കെ ഒരു ഒരു വേർഷൻസ് അവർ വീണ്ടും ക്രിയേറ്റ് ചെയ്തതാണെന്ന് തോന്നുന്നു. അടുക്കളയൊക്കെ ഭയങ്കര ലൈവ്ലിയാണ്. എല്ലാ സാധനത്തിൻ്റെയും ഡമ്മികൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇറച്ചിയാണേലും പച്ചക്കറി ആണേലും പാത്രങ്ങളാണേലും. അവിടെ ഒരു കുട്ടി ലിറ്റിൽ ഡ്രാഗണ് സൂപ്പ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഏകദേശം 50,000 പൗണ്ടിനാണ് ഈ ഒരു കെട്ടിടം അവർ ബ്രൈറ്റൺ ടൗണിന് വേണ്ടിയിട്ട് കൈമാറിയത്. ഇനി നമ്മൾ പോകുന്ന ബാങ്കറ്റ് റൂമിലേക്കാണ്. ശരിക്കും ബാങ്കറ്റ് എങ്ങനെയാണോ നടക്കുന്നത് അതുപോലെയൊക്കെ തന്നെ അവർ അതവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഓരോ ഡിസൈനും കാണാൻ അടിപൊളിയാണ്. ഉള്ളിൽ മുഴുവൻ ഒരു ചൈനീസ് ടച്ചാണ് എല്ലാ ആർക്കിടെക്ചറിനും. കൂടുതലും ഏതെങ്കിലുമൊക്കെ പോർഷൻസിനായിട്ട് നമുക്ക് ഡ്രാഗൺസിനെ കാണാൻ പറ്റും. അത് ഒന്നെങ്കിൽ നമ്മുടെ ഭിത്തീൻ്റെ എന്തെങ്കിലും ക്രേവിങ്സ് ആയിരിക്കും, അല്ലെ കാർപ്പറ്റിലായിരിക്കും, ഇല്ലെ ലൈറ്റിങ് വെച്ചിട്ട് ഡോമിലായിരിക്കും. എന്തായാലും ഒരു ഡ്രാഗൺ ഫിഗർ എല്ലാ റൂമിലും ഞാൻ കണ്ടിരുന്നു.
ഓരോ ഓരോ റൂമിലും ആ റൂമിൽ എന്തൊക്കെയാണുള്ളത് എന്നുള്ളതിൻ്റെ ഒരു ഫ്ലോ ചാർട്ട് അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് പ്ലാൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ എളുപ്പമായിരുന്നു. ഇത് ബെഡ്റൂമാണ്. ഇത് ഒരു ലൈബ്രറി പോലെ ഒരു സ്റ്റഡി റൂമാണ്. ഒരുപാട് ബുക്കുകളുണ്ട് ഇവിടെ. ഇതാണ് റോയൽ പവലിയൻ്റെ ഒരു മിനിയേച്ചർ വെർഷൻ. ഇനി വേറൊരു റൂമിൽ ചെന്നപ്പം ഇതിൻ്റെ ഹിസ്റ്ററി അവിടെ പ്ലേ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ സെക്കൻഡ് ഫ്ലോറിലേക്ക് പോയി. ഈ റോയൽ പവലിയൻ ഒന്നാം ലോക മഹായുദ്ധത്തിൽ, അതായത് 1914-16 കാലഘട്ടങ്ങളിൽ ഇന്ത്യൻ മിലിറ്ററീസിൻ്റെ ഒരു റെസ്ക്യൂ ഹോമായിരുന്നു. കാരണം ആ കാലഘട്ടങ്ങളിൽ ഇന്ത്യൻ മിലിറ്ററി വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ബ്രിട്ടീഷുകാർക്ക് വേണ്ടിയിട്ടായിരുന്നു. അപ്പം ഇന്ത്യൻ മിലിറ്റൻസിനെ കൊണ്ട് പാർപ്പിക്കാൻ വേണ്ടി ഈ ഒരു പവലിയൻ ഉപയോഗിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ സിഖ്, മുസ്ലിം, ഹിന്ദു എല്ലാ റിലീജിയസിലുള്ള ആൾക്കാർക്കും അവരുടെ കസ്റ്റംസിനനുസരിച്ച് വേർഷിപ്പ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. ഇതിനു വേണ്ടി തന്നെ ഇവിടെ ഒരു പ്രത്യേകം റൂമുണ്ട്. അതായത് ഈ ഒരു ഹിസ്റ്ററി എൻഗ്രേവ് ചെയ്തിട്ടുള്ളൊരു റൂമുണ്ട്. അതുപോലെ റോയൽ പവലിയൻ ഒരുപാട് സീക്രട്ട് ടണലുകളുണ്ട്. അതൊന്നും എപ്പോഴും ഓപ്പൺ അല്ല. അതുകൊണ്ട് സീക്രട്ട് ടണലൊന്നും ഞാൻ കണ്ടില്ല. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു മിലിറ്റൻസ് ഓപ്പറേഷൻ്റെ സമയത്ത് എന്താണ് സംഭവിച്ചതെന്നുള്ള ഹിസ്റ്ററി മുഴുവൻ ഇവിടെയുണ്ട്. 1.5 മില്യൺ ഇന്ത്യൻസ് ആയിരുന്നു അന്ന് യുദ്ധത്തിന് വേണ്ടി, ഒന്നാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. അന്നെടുത്ത കുറേ പിക്ചേഴ്സ്, അന്ന് ഈ പവലിയൻ്റെ ഉള്ളിൽ അവരെല്ലാവരും സ്റ്റേ ചെയ്തിരുന്ന പിക്ചറുകളൊക്കെ ഈ ഒരു റൂമിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ വന്ന് ഇതൊക്കെ വായിച്ചൊക്കെ നോക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഇനി എല്ലാ പാലസുകളിലും ഉണ്ടാവുന്ന പോലെ നമ്മുടെ പുറത്തേക്ക് പോകുന്ന സ്ഥലങ്ങളിൽ എപ്പോഴും ഷോപ്പിംഗ് ആയിരിക്കും. ഇതൊരു ഡ്രാഗൻ്റെ ഏരിയ ആണ്. പലതരം ഡ്രാഗൺസ്, അതിൻ്റെ സ്പെഷ്യാലിറ്റീസൊക്കെ പ്രദർശിപ്പിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെ ഷോപ്പിംഗ് ഏരിയ എത്തി. കുഞ്ഞു കുഞ്ഞു കീ ചെയിനുകൾ, കുഞ്ഞു കുഞ്ഞു ഡ്രാഗൺസ് ഒക്കെ ഇവിടെ വിൽക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. അങ്ങനെ ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും ഒരുപാട് ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഇതിന് ചുറ്റും ഒരു ഗാർഡനാണ്. തൊട്ടടുത്തൊരു മ്യൂസിയം ഉണ്ട്. മ്യൂസിയം ഞാൻ ഇന്ന് പോകുന്നില്ല. ഗാർഡനിൽ ഒരുപാട് പേരുണ്ട്. നല്ല വെതർ ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാർ വിശ്രമിക്കുന്നുണ്ട്. ഈ ഗാർഡനൊക്കെ ഇവിടെ ആർക്ക് വേണേലും ഫ്രീ ആയിട്ട് വിസിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ തൊട്ടടുത്തുള്ള റെസിഡൻസിനൊക്കെ വന്ന് ഒരു പാർക്ക് പോലെ ഇത് ഉപയോഗിക്കാം. അങ്ങനെ ഞാൻ പുറത്തേക്ക് ഇറങ്ങി വീണ്ടും നമ്മൾ നോർത്ത് ലെയിനിലൂടെ നടന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നു. താങ്ക് യു.